ഇപ്പോൾ മഞ്ചേരി MLA സംസാരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കണം. ഫോൺ കോൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ കാര്യം മനസ്സിലാകും. ഗൂഢാലോചന എന്നൊക്കെയാണ് പറയുന്നത് പാർട്ടി സെക്രട്ടറി. CPM നമ്മുടെ നാട്ടിൽ നമ്മുടെ ആക്രമണം കൊണ്ട് ജനങ്ങളാകെ വളരെ ഭീതിയിലാണ്. നിരവധി ആളുകളെ ആനയെ ചവിട്ടി കൊന്നു എല്ലാവർക്കും അറിയാം. പുലിയെ കടുവയൊക്കെ പേടിച്ചുകൊണ്ടാണ് ആ ഭാഗത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ ജനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും വിഷമിക്കുകയാണ്. ഒരു പാവം കുട്ടി മരണപ്പെട്ടു. അതും 15 വയസ്സായ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ശ്രമിക്കുന്ന ഒരു പിഞ്ചു പയ്യനാണ് മരണപ്പെട്ടത്. പക്ഷേ നമ്മുടെ വനം വകുപ്പ് മന്ത്രി അതിനെയും രാഷ്ട്രീയമായി കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇതിലും രാഷ്ട്രീയമുണ്ട് എന്ന് സംശയിക്കുന്നു എന്നാണ്. എന്തൊരു സങ്കടമാണിത്. ഒരു ഗവൺമെൻറ്, അന്ന് തന്നെ ഗവൺമെൻറ്റിൻ്റെ വനം വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ഇത്ര മോശമായി സംസാരിക്കുന്നത് കേരള ജനത അവജ്ഞയോടെ തള്ളും. ഈ കുടുംബത്തോട്, ആ പ്രദേശത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് പകരം അതിലും ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മന്ത്രി ആരെ പ്രതിനിധീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വളരെ സങ്കടമുള്ള, ദുഃഖമുള്ള ഈ അവസ്ഥയിൽ അധികം സംസാരിക്കുന്ന ഗവൺമെൻറ് അതിൽ ശക്തമായ നടപടി വേണം. പ്രതികളെ പോലീസ് വളരെ വേഗത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രതികൾ കുറ്റം സമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കാൻ. ലത്തീഫ് സംസാരിക്കുകയായിരുന്നു. ഈ മന്ത്രി ഉൾപ്പെടെ ഉയർത്തിയ വിഷയങ്ങളിൽ അതിരൂക്ഷമായ പ്രതികരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉയരുകയാണ്. ഏറെ വേദനിപ്പിക്കുന്ന വിവരമാണ്. അതിനിടയിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വേണ്ടായിരുന്നു കൂടി MLA പറയുന്നുണ്ട്. നമുക്ക് അമൽ തേനമ്പറമ്പിലേക്കൊന്ന് പോകാം. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണുള്ളത്. അമൽ, പോസ്റ്റ്മോർട്ടം നടപടികൾ അത് എവിടെ വരെയായി? അതോടൊപ്പം തന്നെ PV അൻവർ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളും പറയുന്നുണ്ട്. നടപടിക്രമങ്ങൾ എന്താണ്? അവിടെ എത്തിയ നേതാക്കൾ ഉൾപ്പെടെ എന്താണ് സംസാരിക്കുന്നത്? ലത്തീഫ് നേരത്തെ പ്രതികരിച്ചത് നമ്മൾ കേട്ടതാണ്. സമാനമായി തന്നെയുള്ള പ്രതികരണം PV അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു, മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം, നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് അവരെല്ലാം ആവശ്യപ്പെടുന്നത്. പക്ഷേ രാവിലെ വനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയുണ്ട്. ഈ മരണം സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ അപകടം സംഭവിച്ച സ്ഥലത്തിൻ്റെ ഉടമയുടെ ഫോണടക്കം എടുത്ത് പരിശോധിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിന് പിന്നിലുള്ള കൃത്യമായ കാരണം വ്യക്തമാകുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പിന്നാലെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഉള്ള പ്രസ്താവനകൾ ഈ CPM നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വേദനാജനകമായ ഒരു സംഭവം നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിലൊരു രാഷ്ട്രീയം ആരോപണം ഉന്നയിക്കുന്നത് എത്രത്തോളം ഉചിതമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ സംഭവം നടന്ന് ഇത്രയും സമയമാകുന്നതേ ഉള്ളൂ. ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടമാണ്. അതിനാൽ തന്നെ ഈ വിഷയത്തെ UDF-ഉം NDAയും അൻവറും എല്ലാം ഒരു തിരഞ്ഞെടുപ്പ് വിഷയമായി കൂടി ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് CPM-ന്റെ ഉത്തരവാദിത്തമാണ്, LDF-ന്റെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഭാഗമായാണോ ഇത്തരം പ്രസ്താവനകൾ എന്നുള്ളത് കൂടിയാണ് ഇനിയിപ്പോൾ വ്യക്തമാകേണ്ടത്. CPM-ന്റെ നിലപാട് എന്തായാലും പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനപ്പുറത്തേക്കൊരു നിലപാട് ഇനിയിപ്പോൾ മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നില്ല. ഈ വിഷയം തന്നെ അവർ ആവർത്തിക്കാനാണ് സാധ്യത കാണുന്നത്. ഈ മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ സ്ഥലം ഉടമയുടെ ഫോണിലേക്ക് വന്ന ഫോൺ കോളുകൾ പരിശോധിക്കണം. എങ്ങനെയാ കമ്പി ഇവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ള കാര്യം പരിശോധിക്കണം എന്നത്. എന്തായാലും വനമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞ കാര്യങ്ങൾ അതിലൂന്നിക്കൊണ്ട് വിമർശനം ഉയർത്തുകയാണ് ഇപ്പോൾ UDF.